ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്കൊരു കോഴിക്കോടൻ സ്റ്റൈൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാം. ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു 1/4 കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 ഇഞ്ച് ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 10-12 പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇവിടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി എല്ലാം ക്രഷായി റെഡി ആയിട്ടുണ്ട്. നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ബീഫ് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ആദ്യം അരച്ചു വെച്ച ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 10 ചുവന്നുള്ളി ചതച്ചത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, സവാള ഒരു 4 എണ്ണം സ്ലൈസ് ചെയ്തത്, പഴുത്ത തക്കാളി ഒരു 2 വലുത് ക്യൂബ്സ് ആക്കിയത് അതുകൂടി ഇട്ട് കൊടുക്കുക. ബീഫ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കുക. കൂടെ 1/2 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പുതിന അരിഞ്ഞത്, 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലവണ്ണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇനി ഒരു പാൻ ചൂടാക്കി 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഒരു 4 സവാള അരിഞ്ഞു വെച്ചത് നമുക്ക് നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നല്ലവണ്ണം ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതിപ്പോൾ കോരാം. ഇനി ഇത് വറുത്ത് കോരിക്കഴിഞ്ഞ് പാത്രത്തിൽ ഇരുന്നു ഇത് കുറച്ച് ബ്രൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ വേഗം അത് കോരിയെടുക്കാൻ ശ്രമിക്കുക. 1/2 അവർ മാരിനേഷൻ കഴിഞ്ഞ് നമുക്കിനി ബീഫ് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ അണിയൻസ് എല്ലാം ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത അതേ എണ്ണയിൽ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. ആദ്യം കശുവണ്ടി വറുത്തെടുക്കാം. ഇനി നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസിൻസ് ഒക്കെ ഗോൾഡൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ചോറിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഉള്ളി വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഒരു 8 പീസ് ഗ്രാമ്പു, ഒരു 8 പീസ് ഏലക്ക, ഈ ഒരു 5-6 പീസ് കറുവപ്പട്ട, ഒരു 4-5 കഷ്ണം ബേ ലീഫ്, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കൂട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂപ്പിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക.
ഇതെല്ലാം മൂത്തതിന് ശേഷം 4 കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമ റൈസ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ചെറുതായി മൂത്ത് വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാമല്ലോ, അത് ക്രാക്കിൾ ചെയ്യുന്ന സൗണ്ട്. അതുവരെ വറുത്തിട്ട് 4 കപ്പ് റൈസ് ആയതുകൊണ്ട് ഒരു 6 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ല ഒരു തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 8-9 മിനിറ്റ് നല്ലവണ്ണം ഇത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടച്ചു വെച്ച് നല്ല ഒരു തിള വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 9 മിനിറ്റ് എടുത്ത് എനിക്കിത് വേകാനായിട്ട്. ഇപ്പോൾ അരിയെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ ദം ഇടുമ്പോൾ അവിടെ ഇരുന്ന് വെന്തുകൊള്ളും. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ടുണ്ട്. ബീഫിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് പുതിനയും മല്ലിയിലയും അരിഞ്ഞതിട്ട് വഴറ്റുക. ഇതിൻ്റെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി നമുക്ക് കുറച്ച് 2 പിടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നിടം വരെ വറ്റിച്ചെടുക്കണം. റെഡിയായിരിക്കുന്ന ബീഫ് മസാല ഞാനിപ്പോൾ ദം ഇടാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് റൈസ് ഇടുന്നത്. ആദ്യത്തെ ലെയർ റൈസ് ഇട്ടിട്ട് അതിന് മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും ഇട്ടുക. കൂടെ ബാക്കി സാധനങ്ങളും, അതായത് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കറിങ്ങണ്ടി, മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വിതറി കൊടുക്കാം. സവാളയെല്ലാം ഇട്ടതിന് പുറകെ നമുക്ക് കറിങ്ങണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഗാർണിഷ് ചെയ്യാനുള്ളതെല്ലാം അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യ് നമുക്കിതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നെയ്യ് ഒഴിക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഫേം ലിഡായതുകൊണ്ട് ഞാൻ ഇത് വെച്ച് മാത്രം അടച്ച് അവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് ഒരു 20 മിനിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റവ് ടോപ്പിൽ തന്നെ വെച്ച് മൈദ കൊണ്ടൊക്കെ ഒട്ടിച്ച് അങ്ങനെ ദം ചെയ്തും എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ബിരിയാണി ഇപ്പോൾ അവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം അത് റെഡി ആയിട്ടുണ്ട്, പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്, വളരെ കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിൽ. പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഫ്രൈഡ് അണിയൻസും കാഷ്യൂ നട്ട്സും റീസിൻസും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യും. മസാല എല്ലാം അടിയിലുണ്ട്, അതിന് മുകളിലാണ് ചോറിട്ടിരിക്കുന്നത്.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.